ഈ ട്രംപ് എപ്പോഴും നമ്മളുടെ കഴുത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ കാര്യമെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ വായിച്ചിട്ട് എനിക്ക് മനസ്സിലായത് ഇതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇതിലെന്തെങ്കിലും മണ്ടത്തരം പൊട്ടത്തരമൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്ക് വായിച്ചത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വർഷങ്ങളായി ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നത് റഷ്യയുടെ അടുത്തു നിന്നാണ്. അതായത് നമ്മുടെ പുടിൻ്റെ അടുത്ത് നിന്ന് വർഷങ്ങളായി, ഇന്ന് നിലയം തുടങ്ങിയതല്ല, വർഷങ്ങളായി ക്രൂഡ് ഓയിൽ വാങ്ങിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിയും ബോധമുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മൾ ക്രൂഡ് ഓയിൽ കുറച്ച് കൂടുതൽ വാങ്ങിക്കും. അപ്പോൾ ഈ ക്രൂഡ് ഓയിൽ കൂടുതൽ വാങ്ങിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുമ്പോൾ അത് നമ്മളെ ബാധിക്കില്ല. അപ്പോൾ ഇത് നമ്മുടെ ട്രംപിന് ഇഷ്ടമല്ല. ട്രംപ് പറയുന്നത് റഷ്യയുടെ അടുത്ത് നിന്ന് വാങ്ങിക്കരുതെന്നാണ്. അതായത് ട്രംപ് പറയുന്ന പോലെ നമുക്ക് ശ്വാസം വിടാൻ പറ്റുള്ളൂ, അങ്ങനെയാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ അത് കേൾക്കുകയുമില്ല, നമ്മൾ കേൾക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ. അപ്പോൾ ആ ഒരു വിരോധം കൊണ്ട് ട്രംപ് എന്ത് ചെയ്ത്, ഇന്ത്യ അമേരിക്കൻ തമ്മിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട്സിൻ്റെ ടാരിഫ്സ് കൂട്ടി. 50-60 എത്രയോ ശതമാനമായിട്ടൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വൈരാഗ്യം ഉള്ളതുകൊണ്ടാണ് ആ കൂട്ടി വെച്ചേക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ട്രംപ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചൈനയായിട്ട് കൂട്ടുപിടിക്കാൻ പോവുകയാണ് ട്രംപ്. ഓക്കെ. ചൈന പാകിസ്ഥാനായിട്ടൊക്കെ കൂട്ടാണ്. അപ്പോൾ ചൈനയായിട്ട് കൂട്ടുപിടിക്കാൻ പോയി, ഇന്ത്യക്കെതിരായിട്ട് ചൈനയായിട്ട് കൂട്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ചൈനക്കാരെ നമുക്കറിയാമല്ലോ, നല്ല ഒന്നാന്തരം ചതിയന്മാർ, നല്ല തലയക്കലന്മാരാണ് അല്ലേ. അപ്പോൾ ഈ ചൈന ഈ ശ്രീലങ്ക കുറേ സാമ്പത്തിക സഹായം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പകരം ചൈന എന്ത് ചെയ്യുന്നറിയോ, ശ്രീലങ്കയുടെ ഒരു പോർട്ട് തന്നെ അങ്ങോട്ട് എടുത്ത്. അപ്പോൾ ഇതാണ് ചൈനയുടെ തന്ത്രം. അപ്പോൾ അമേരിക്കക്കുള്ള പണി വരാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് അതിൻ്റെ ഒരു സൂചനയാണെന്നാണ് എനിക്ക് മനസ്സിലായേക്കുന്നത്.